തുടർഭരണം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപുണ്ടായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചു നിൽക്കുന്ന സമയം, മറ്റേതൊരു സർക്കാരിനേക്കാളും പല രംഗങ്ങളിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ 9ാം വർഷം, തുടർച്ചയായ 9 വർഷമാണല്ലോ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി പുറത്തിറക്കിയ KSCA പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ശ്രീമതി അനുജ, യഥാർത്ഥത്തിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പുകഴ്ത്തുന്നത് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂലോകമെമ്പാടും കേളി കൊട്ടി മാലോകരെല്ലാവരും വാഴ്ത്തിപ്പാടി എന്ന് തുടങ്ങി ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ, അങ്ങനെ കാരണഭൂതനും അഥവാ ക്യാപ്റ്റനും, അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങൾ അത് അവൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും അത്തരത്തിൽ ആസ്വാദനത്തിൽ അതിനകത്ത് വളരെ രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തന്നെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഇവരുടെ സംഘടന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എംപ്ലോയീസ് കോൺഗ്രസ്, എന്താണ് അവരുടെ സംഘടന, ആ സംഘടന തന്നെ ഇത്തരം ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമ്പോൾ അത് അത് തന്നെ. അപ്പോൾ അത് അവർക്ക് മുഖ്യമന്ത്രി ആസ്വദിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് 60,000 കോടി രൂപ ഈ ജീവനക്കാർക്ക് കേരളത്തിൽ ഇനിയും സർക്കാർ കൊടുക്കാനുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരെ സർക്കാർ ജീവനക്കാർക്ക് ഇത്ര കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ബാക്കിയുണ്ടായ ഒരു സർക്കാർ. ഇത് സർക്കാർ മേഖലയിൽ മാത്രമല്ല, സർവ്വമേഖലയിലും എല്ലാ തരത്തിലും വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ കാരുണ്യയുടെ ബെനവൻ സ്കീമിനകത്ത് 2,000 കോടി രൂപയോളം കുടിശ്ശികയാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക്. ഏറ്റവും അത്താണിയായി ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ആ കാരുണ്യ ബലവൻ സ്കീമിൽ പോലും 2,000 കോടിയുടെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ മരുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, തള്ളലും വിള്ളലുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അസോസിയേഷനുകളും ഇവരുടെ വാഴ്ത്തുപാട്ടുകാരും ഒക്കെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയാലൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും അനുകൂലമായി ഈ നാട് ചിന്തിക്കുമെന്ന് കരുതണ്ട. ഇപ്പോൾ തുടർഭരണം കിട്ടി, ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്നതിൻ്റെ പേരിൽ എക്കാലം അത്രയും ചക്ക വീണ മുയൽ ചാവുമൊന്നുമില്ല. കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രചാരവേലക്കകത്ത് PR ഏജൻസിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വോട്ട് ചെയ്തു പോയതാണ്. ഇപ്പോൾ അവർ അനുഭവിക്കുകയാണ് ദുരിതവും ദുരിതക്കയത്തിലേക്ക് ഈ നാടിനെ മുഖ്യമന്ത്രിയാണ്. നമ്മളെ ജനങ്ങളെ നമ്മൾ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയാണോ? ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? എനിക്കതിൽ അല്ല, ശ്രീ അനുജ, ഞാൻ പറയട്ടെ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വലിയ ഒരു പ്രചരണ വേലയും അതോടൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള വലിയ തള്ളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ ഘട്ടത്തിൽ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് ഉണ്ടായ ഒരു ഇമേജിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാർ പിണറായിയുടെ സർക്കാർ വീണ്ടും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കകത്ത് അപ്പോൾ ആ ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ ഏൽപ്പിച്ചപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തിക്ത അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും തീരാക്കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ നായകനായി നിൽക്കുന്ന ഒരാളെ സ്വന്തം പാർട്ടിയുടെ അണികളും അതുമായി ബന്ധപ്പെട്ടവരും ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷിക്കാം, മുഖ്യമന്ത്രി കുടുംബത്തെ സന്തോഷിക്കാം, ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സന്തോഷിക്കാതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന് ഒരു സന്തോഷം വരില്ല എന്നുള്ളതാണ്. വിലക്കയറ്റം കൊണ്ട് നാട് പൊറുതിമുട്ടുകയാണ്. ഈ സമീപകാലത്തും എന്നും ഇല്ലാത്ത വിലക്കയറ്റാണ് നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാണ്. സാധാരണക്കാരൻ്റെ അവസ്ഥ എല്ലാ മേഖലയിലും. റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക, എന്താ അവസ്ഥ കേരളത്തിൻ്റെ. അങ്ങനെ നിൽക്കുന്ന കേരളമാണ്. ഇവിടെ പാലും തേനുമാണ് ഒഴുക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, കുടുംബപരമായി ആരോപിക്കപ്പെട്ട അഴിമതി ആരോപണം, ഒരു മുഖ്യമന്ത്രിയുടെ മകള് 1,72,00,000 രൂപ കിത്ത വാങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തെളിവോടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന കാലഘട്ടമല്ലേ ഇത്. ക്ലിഫ് ഹൗസ് തൊട്ട് അതോടൊപ്പം സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുകയല്ലേ. അപ്പം അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയാൽ അവർക്കുള്ള സന്തോഷമല്ലാതെ നാട്ടിലെ ജനങ്ങൾക്കാർക്ക് സന്തോഷമില്ല. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും നിലമ്പൂർ വരാൻ പോവുകയാണ്. തൃക്കാക്കരയിൽ നിന്നും അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയും പാലക്കാട് കഴിഞ്ഞ് നിലമ്പൂർ അംഗത്തിൽ വരുന്നുണ്ട്. ജനങ്ങൾ എന്താണ് ഇവരോട് പ്രതികരിക്കുക നമുക്ക് നോക്കാം. തീർച്ചയായും നോക്കാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തും ഇവർക്ക് വലിയ അടി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലൊരു പാർട്ടി സെക്രട്ടറി ഉണ്ട്, ജയരാജൻ. അയാളെന്തോ അയാൾക്ക് വേണ്ടി ഒരു പാട്ട്
എഴുതി, പിന്നെ സൂര്യതാരക എന്താണ് അങ്ങനെ എന്തോ ഒരു കണ്ണൂരിന്റെ പേര്, ചെന്താരകം. ചെന്താരകം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണൂരിന്റെ ചെന്താരകം, ആ ചെന്താരകത്തിന്റെ അവസ്ഥ എന്താ ഇപ്പോൾ? അപ്പൊ പി ജയരാജൻ ഇല്ലാത്ത എന്താണ് നമ്മുടെ പിണറായി വിജയൻ ഉള്ളത്? അപ്പൊ പിണറായി വിജയൻ മാത്രമാണ് എല്ലാത്തിനും ഇളവ് പിണറായി വിജയനാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പിണറായി വിജയൻ അപ്പുറം നേതാക്കന്മാരുണ്ടായിട്ടില്ലേ? എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായി, മുഖ്യമന്ത്രി ആരായിട്ടില്ലേ? അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള വ്യക്തി ആരാധന എന്താണ് പിണറായി വിജയന് മാത്രം കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇത് യഥാർത്ഥ സഖാക്കൾ ചിന്തിക്കുന്നുണ്ട്, സാധാരണക്കാരായ സഖാക്കന്മാരുണ്ട്. ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു, ഈ പാർട്ടിയുടെ നേതൃത്വം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ, ആ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മനസ്സിനകത്ത് പോലും വേദനയുണ്ടാക്കുന്ന പല കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി ജയരാജന് കിട്ടാത്ത പ്രത്യേക ആനുകൂല്യം, പി ജയരാജൻ അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് നടപടിയെടുക്കേണ്ടി വന്നു, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി, ഇപ്പോൾ അയാൾ എല്ലാ തരത്തും ഒതുക്കി മൂലക്ക് ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറ്റും. അപ്പോൾ എന്താണ് ഈ പാർട്ടിക്കകത്തുള്ള നയം?